രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മിന്നും വിജയം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചത് 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ 19,760 വോട്ട് നേടി കരുത്ത് തെളിയിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ ഭക്ഷ്യവിഷബാധ. PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെ ആക്രമണം. തൃശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ റോഡിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന പാത ഉപരോധിച്ചു. ദേശീയപാത വാണിയംപാറയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വാഴാനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞതോടെ കയ്പമംഗലം എടത്തുരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. നമസ്കാരം. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മിന്നും വിജയം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് LDFിലെ M സ്വരാജിനെ 11,077 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ 19,760 വോട്ട് നേടി കരുത്ത് തെളിയിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപേയുള്ള സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിലമ്പൂർ അംഗത്തിൽ UDF നേടിയത് തിളക്കമാർന്ന വിജയം. ഭൂരിഭാഗം പഞ്ചായത്തുകളിലും നഗരസഭയിലും ലീഡ് നേടിയായിരുന്നു ആര്യാടൻ ഷൌക്കത്തിന്റെ മുന്നേറ്റം. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ഷൌക്കത്തിനായിരുന്നു ലീഡ്. M സ്വരാജിന്റെയും DCC പ്രസിഡന്റ് VS ജോയിയുടെയും പഞ്ചായത്തായ പോത്തുകല്ലും UDF മുന്നേറ്റമുണ്ടാക്കി. വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ആര്യാടൻ ഷൌക്കത്തിനാണ് ലീഡ്. കരുളായി പഞ്ചായത്തിൽ മാത്രമാണ് സ്വരാജ് മുന്നിൽ കയറിയത്. ഷൌക്കത്ത് 77,737 വോട്ട് നേടിയപ്പോൾ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിന്റെ അക്കൗണ്ടിൽ വന്നത് 66,660 വോട്ടുകൾ. 8 തവണ ആര്യാടൻ മുഹമ്മദ് വിജയിച്ച മണ്ഡലത്തിൽ മകൻ ആര്യാടൻ ഷൌക്കത്ത് അങ്ങനെ MLA പദവിയിലെത്തി. PV അൻവർ എന്ത് ചലനമുണ്ടാക്കുമെന്നായിരുന്നു രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ ആകാംക്ഷ. സ്വതന്ത്രനായി കത്രിക ചിഹ്നത്തിൽ അംഗത്തിനിറങ്ങിയ അൻവർ 19,760 വോട്ട് നേടി രാഷ്ട്രീയ കരുത്തുകാട്ടി. BJPയുടെ പ്രകടനം ദയനീയമായിരുന്നു. സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് നേടാനായത് 8,648 വോട്ട് മാത്രം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ UDFന് കരുത്തു നൽകുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. CPMലാകട്ടെ ഇനി ആത്മപരിശോധനയുടെ കാലമാണ്. മുഖ്യമന്ത്രിയുമായി ഇടഞ്ഞ് MLA സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയ PV അൻവറിന് മുന്നിൽ UDF ഇനി വാതിൽ തുറക്കുമോ എന്നതും കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക് TCV. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. തൃശൂർ DCC ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തുമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ്, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, ഡോക്ടർ നിജി ജസ്റ്റിൻ, രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെ ആക്രമണം. സ്കൂളിലെത്തിയ നെല്ലുവായ് മുണ്ടൻകോട് സ്വദേശി പ്രമോദാണ് ആക്രമണം നടത്തിയത്. ഇയാൾ മദ്യപിച്ചിരുന്നതായി സുശാന്തും PTA കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു. കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് കിണർ ശുചീകരണം നടത്തുവാൻ സ്കൂളിൽ PTA അംഗങ്ങളോടൊപ്പം നിൽക്കുകയായിരുന്നു സുശാന്ത്. ഈ സമയം സ്കൂളിലെത്തിയ പ്രമോദ് സുശാന്തിനെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും കയ്യിലിരുന്ന സ്റ്റീൽ വള ഉപയോഗിച്ച് മുഖത്ത് ഇടിക്കുകയും ചെയ്തു. പ്രമോദിന്റെ കുട്ടി ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ കുട്ടിയും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം PTA പ്രസിഡന്റാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. അതേസമയം സുശാന്തിന്റെ കുട്ടിയും ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടയിലും ശുചീകരണത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായി സുശാന്ത് മുഴുവൻ സമയവും സ്കൂളിലുണ്ടായിരുന്നു. പരിക്കുപറ്റിയ സുശാന്ത് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞാൻ SMC ചെയർമാൻ NBT അംഗങ്ങളെല്ലാം കൂടെ ഞങ്ങളോട് കാത്തു നിൽക്കുന്ന സമയത്താണ് ഈ കക്ഷി ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുകയും തെറി വിളിക്കുകയും കയ്യിൽ വളൂരി എന്നെ മുഖത്തിരിക്കുകയും ചെയ്തത്. വീട്ടുകാരെ മൊത്തം അസഭ്യം വിളിക്കുകയും PTA ആണ് അവിടെ ഉണ്ടായ ഈ ദുരന്തത്തിന്റെ ഭക്ഷ്യവിഷബാധയുടെ കാരണം PTA ആണ് എന്ന് പറഞ്ഞിട്ടാണ് ആക്രമിച്ചത്. ഇതിനു മുന്നേ തന്നെ ഈ ഇതുണ്ടായ സമയത്ത് എന്നെ ഫോൺ വിളിച്ച് അനാവശ്യം വിളിക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത് നമ്മളാരും ഇതല്ല, ഞങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ ഈ ഇതിന്റെ ഭാഗമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രകോപനം ഇല്ലാതെ വന്നിട്ട് ആക്രമിക്കാനുണ്ടായത്. എരുമപ്പെട്ടി പോലീസിൽ സുശാന്ത് പരാതി നൽകിയിട്ടുണ്ട്. PTA പ്രസിഡന്റിനെ ആക്രമിച്ച സംഭവത്തിൽ PTA അംഗങ്ങൾ പ്രതിഷേധം അറിയിച്ചു. ശക്തമായ നിയമ നടപടി ഉണ്ടാകണമെന്ന് SMC ചെയർമാൻ AU മനാഫ് ആവശ്യപ്പെട്ടു.
സുശാന്തിനെ അസഭ്യം പറയുകയുണ്ടായി. അവരെ കോളറിന് പിടിച്ച് തള്ളി വള പോലെ ഒരു സാധനം കൊണ്ട് പിടിച്ചു. ഇതില് PTA ഭാഗത്തുനിന്ന് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. തൃശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ റോഡിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ സംസ്ഥാന പാത ഉപരോധിച്ചു. ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധ സമരം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിജോ ജോർജ്, പ്രസിഡന്റ് സുജിത് തേറമ്പത്ത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സുജിത് കുമാർ, മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രൻ, ജോർജ് ആൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു. ഉപരോധ സമരത്തിന് മുന്നോടിയായി ബസ് ജീവനക്കാർക്ക് നോട്ടീസ് നൽകുവാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞത് നേരെ സംഘർഷത്തിനിടയാക്കി. ദേശീയപാത വാണിയംപാറയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. എറണാകുളത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. ഹൈവേ എമർജൻസി ടീമിന്റെ ക്രെയിൻ എത്തിച്ച് കാർ ഉയർത്തി. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വാഴാനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. 18 സെന്റിമീറ്ററാണ് തുറന്നത്. 55.83 മീറ്ററാണ് ഡാമിലെ നിലവിലെ ജലനിരപ്പ്. AEPS സാൽവിൻ, ഓവർസിയർ PM വിവേക് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാൽവ് തുറന്നത്. നിലവിൽ വെള്ളം കുറവായതിനാൽ വടക്കാഞ്ചേരി പുഴയുടെ തീരത്തുള്ളവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷം കനത്തതോടെ തീരദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞതോടെ കയ്പമംഗലം എടത്തുരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. 250ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പിൽ. അതിശക്തമായ മഴയ്ക്ക് പിന്നാലെ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് തീരദേശത്തെ വീടുകളിൽ വെള്ളം കയറിയത്. കാക്കാതുരുത്തി മുതൽ എടത്തുരുത്തി പയ്യന്നൂർ വരെയുള്ള ഭാഗങ്ങളിലായി 300ഓളം വീടുകൾ വെള്ളത്തിലാണ്. വെള്ളക്കെട്ട് മൂലം ഉൾപ്രദേശത്തെ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. പല കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്കും മറ്റും മാറി. എടത്തുരുത്തി പഞ്ചായത്തിൽ ചാമക്കാല സ്കൂളിലെ ആശ്വാസ കേന്ദ്രത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇവിടെ 70 കുടുംബങ്ങളിൽ നിന്നുള്ള 168 പേരാണ് കഴിയുന്നത്. കയ്പമംഗലം പഞ്ചായത്തിലെ കാക്കാതുരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസയിലെ ക്യാമ്പിൽ 42 കുടുംബങ്ങളിൽ നിന്നുള്ള 102 പേരുമാണ് ഉള്ളത്. TCV ന്യൂസ്, കയ്പമംഗലം. പത്മശ്രീ ഭരത് മോഹൻലാൽ തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം പുലർച്ചെ 4 മണിയോടെയാണ് മോഹൻലാൽ തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിയത്. ക്ഷേത്രം മാനേജർ മനോജ് ശ്രീരാമ ഭഗവാന്റെ ഫോട്ടോ നൽകി സ്വീകരിച്ചു. തുടർന്ന് മീനൂട്ട്, അമ്പും വില്ലും വെടിവഴിപാട്, അവിൽ നേദ്യം തുടങ്ങിയ വഴിപാടുകൾ നടത്തി. അരമണിക്കൂറോളം ക്ഷേത്രത്തിൽ ചിലവഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. എളവള്ളി കൊച്ചിൻ ഫോണ്ടിയർ തോട്ടിൽ കാണാതായ യുവാവിന് വേണ്ടി തിരച്ചിൽ തുടരുന്നു. കടവല്ലൂർ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന ഞാറേപ്പറമ്പിൽ കൊണ്ടാരം വളപ്പിൽ സത്യനെയാണ് കാണാതായത്. തോട്ടിലേക്ക് വീണ തേങ്ങയെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാൽവഴുതി വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് സ്കൂബ ടീമിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തുന്നത്.
മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായിരുന്ന VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കോട്ടയം MG സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്ന് MA മലയാളത്തിൽ 2ാം റാങ്ക് നേടിയ K ഹരിതയെ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉപഹാരം സമ്മാനിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, നൈജോ ആൻഡോ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചാവക്കാട് താലൂക്ക് NSS കരയോഗ യൂണിയൻ പെരുവല്ലൂർ മേഖലാ സമ്മേളനം പഞ്ചായത്ത് മിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗം പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് NSS കരയോഗ യൂണിയൻ പ്രസിഡന്റ് KK മേനോൻ, T ഉണ്ണികൃഷ്ണൻ, MP രാജഗോപാലൻ, K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 1914 വടക്കാഞ്ചേരി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും ബാർ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച യോഗ വാരാചരണം വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി R മിനി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പ്രദീപ് കാട്ടാളത്ത് ക്ലാസ് എടുത്തു. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് PK ദിനേശൻ, ഗവൺമെന്റ് പ്ലീഡർ NS മനോജ്, ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് ദിലീപ്, VS നായർ, മുൻസിഫ് കോടതി ജൂനിയർ സൂപ്രണ്ട് KL സന്തോഷ്, മജിസ്ട്രേറ്റ് കോടതി ക്ലർക്ക് N ദീപ, താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി VP പ്രഷീദ് എന്നിവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. CPI വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CPI നേതാവായിരുന്ന KK ചന്ദ്രന്റെ 12ാമത് അനുസ്മരണം സംഘടിപ്പിച്ചു. അകമലയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി CB പൌലോസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി MU കബീർ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, മണ്ഡലം കമ്മിറ്റി അംഗം MA വേലായുധൻ, MS അബ്ദുറസാഖ് എന്നിവർ സംസാരിച്ചു. തൃശൂർ മിഠായി തെരുവ് റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിനിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെയാണ് സംഭവം. ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ആണ് തട്ടിയത്. തൃശൂർ ഈസ്റ്റ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂരിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ സ്ത്രീയെയും കുട്ടികളെയും ഹോട്ടലിലെ ഇതര സംസ്ഥാന തൊഴിലാളി അപമാനിച്ചു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ ജീവനക്കാരന് പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി വടക്കേനടയിലെ സുപ്രീം ഹോട്ടലിലായിരുന്നു സംഭവം. ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങുകയായിരുന്ന കുടുംബത്തിലെ 2 കുട്ടികളെയും അമ്മയെയും ഹോട്ടൽ ജീവനക്കാരനായ മുരുകൻ ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടികൾ കരഞ്ഞതിനെ തുടർന്ന് കൂടെയുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് ഇയാളെ പിടികൂടി. തുടർന്ന് നടന്ന കയ്യാങ്കളിയിൽ തൊഴിലാളിക്ക് പരിക്കേറ്റു. ലിണ്ടിഗൽ സ്വദേശി മുരുകനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് മുരുകനെതിരെയും കുട്ടികളുടെ രക്ഷിതാവിനെതിരെയും പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂരിൽ തണൽ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. കോട്ടപ്പുറം ചേരമാൻ പറമ്പിന് സമീപത്തെ ബദാം മരത്തിന്റെ കൊമ്പാണ് റോഡിലേക്ക് ഒടിഞ്ഞു വീണത്. മരക്കൊമ്പ് വീണതിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോളിന്റെ നേതൃത്വത്തിൽ മരത്തിന്റെ കൊമ്പ് വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു.
യോഗ ഒരു ലഹരിയാണെന്നും ശരീരവും മനസ്സും തമ്മിലുള്ള മീഡിയമാണ് യോഗയെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് അറിയാക്കയങ്ങൾ എന്ന പേരിൽ അവതരിപ്പിച്ച ലഹരിക്കെതിരെയുള്ള നൃത്തനാടക സംഗീത ശില്പത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മേയർ. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ലഹരി ഇന്ന് നമ്മുടെ നാട്ടിലും വ്യാപിപ്പിച്ചിരിക്കുകയാണെന്നും അതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പോരാടണമെന്നും മേയർ പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ പ്രിൻസിപ്പൽ KR സ്മിത അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് KB ബിന്ദു, VHS പ്രിൻസിപ്പൽ അനിത, ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപക KV സരള, പ്രകാശ് ബാബു, വരദരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യമായി തന്നെ അതിനെ ക്രമീകരിക്കുന്നതിന് 18 ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണ് പുതിയ ഇത് കാണുന്ന തരത്തിലുള്ള വിദ്യാലയത്തിൽ പഠിക്കുന്നതിനോട് മുരിയാട് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായി. ഘോഷയാത്രയ്ക്ക് തെയ്യവും മേളവും അകമ്പടിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പിള്ളി, രതി ഗോപി, സരിത സുരേഷ്, KU വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെങ്കിടങ്ങ് പഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ സുനിഷ സുഗതൻ, വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, ബെന്നി ആന്റണി എന്നിവർ സംസാരിച്ചു. കരൾ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി യുവാവ് സഹായം തേടുന്നു. കാട്ടൂർ പൊന്നനം സ്വദേശി കോപ്പുള്ളി വീട്ടിൽ ഗോപി മകൻ സ്വാനിഷാണ് ചികിത്സാ സഹായം തേടുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇദ്ദേഹം. കരൾ മാറ്റിവെക്കലിനായി 30 ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിർധന കുടുംബാംഗമായ സ്വാനിഷിന്റെ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറത്താണ്. സ്വാനിഷിന്റെ ജീവൻ നിലനിർത്താൻ സുമനസ്സുകൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാട്ടൂർ ശാഖയിലുള്ള അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പഴയന്നൂർ വടക്കേത്തറ തണ്ടാൻ സമുദായ സംരക്ഷണ സമിതിയുടെ 25ാം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സമിതി പ്രസിഡന്റ് C രാജു ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി P സുന്ദരൻ അധ്യക്ഷനായി. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പാമ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1989-90 10ാം ക്ലാസ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. രാഗരത്നം, മണ്ണൂർ, രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ വേലായുധൻ, ചന്ദ്രൻ, ശോഭ, ഉഷ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അങ്ങോട്ട് പോകണമെന്ന് അതിൻ്റെ ഇടയിലാണ് ഈ കേരളശ്ശേരി ഒരു പ്രൈവറ്റ് വിദ്യാലയത്തിൽ സയൻസ് പഠിപ്പിക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞു. മാനേജർ നേരിട്ട് വന്നിട്ട് 1ാം ക്ലാസ്സിലൊക്കെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. പട്ടിപ്പറമ്പാണ്. പെട്രോൾ പമ്പ് ജീവനക്കാരിൽ നിന്നും ഡോക്ടർ എന്ന സ്വപ്നം എത്തിപ്പിടിച്ച് രാംകുമാർ. കാടാമ്പുള്ളി വീട്ടിലെ അനിൽകുമാറിന്റെയും ചന്ദ്രികയുടെയും മകൻ രാംകുമാർ MBBS എന്ന സ്വപ്നം നേടുവാനുള്ള ഒരുക്കത്തിലാണ്. കോവിഡ് സമയത്ത് പിതാവിന്റെ പപ്പട കച്ചവടം നഷ്ടത്തിലായപ്പോൾ ഡോക്ടർ എന്ന സ്വപ്നമൊക്കെ മാറ്റിവെച്ച റാം എങ്ങനെയെങ്കിലും കടം തീർക്കാനുള്ള നെട്ടോട്ടത്തിലായി. ഏറെ ശ്രമത്തിനിടെ ഗൾഫിൽ മെഡിക്കൽ ഷോപ്പിൽ ബില്ലടിക്കാനും മറ്റും ഒരു ജോലി ഏകദേശം തരപ്പെട്ടു. പോകുന്നതിനു മുൻപേ രാംകുമാർ തന്റെ അധ്യാപിക സ്റ്റീജ ടീച്ചറെ കാണാനായി പോയി. കാര്യങ്ങളെല്ലാം കേട്ടതിനു ശേഷം ടീച്ചർ ചോദിച്ച ചോദ്യം ഡോക്ടർ ആവണമെന്ന തന്റെ ആഗ്രഹം വീണ്ടും അവനെ പൊടിതട്ടിയെടുക്കാൻ പ്രേരിപ്പിച്ചു. സാമ്പത്തികമായി സഹായിക്കാമെന്ന ടീച്ചർ പിന്തുണ നൽകി.
അച്ഛനും കൂടെ കൂടി. സുഹൃത്തിന്റെ നിർദ്ദേശാനുസരണം ഡോപ്പ നീറ്റ് കോച്ചിങ്ങിന് ചേർന്നതോടെ റാമിന്റെ പഠനം ട്രാക്കിലായി. എന്നാൽ പ്രതിബന്ധങ്ങൾ അവിടെയും തീർന്നില്ല. അച്ഛന്റെ പെട്ടെന്നുള്ള മരണം റാമിനെ വീണ്ടും തളർത്തി. കുടുംബത്തിലെ ഏക വരുമാനം നിലച്ചതോടെ പഠനം അവസാനിപ്പിച്ച ജോലിക്ക് പോകാൻ അവൻ തീരുമാനിച്ചുവെങ്കിലും സ്റ്റീജ ടീച്ചറുടെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൻ വീണ്ടും പഠനം തുടർന്നു. അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ അധ്യാപകരും മെന്റേഴ്സും ഡയറക്ടർമാരും എല്ലാ പിന്തുണകളും നൽകി കൂടെ നിന്നു. ഡോക്ടറാകൂ എന്ന അച്ഛന്റെയും അമ്മയുടെയും തന്റെയും സ്വപ്നത്തിന്റെ വക്കിലാണ് റാം ഇപ്പോൾ. TCV ന്യൂസ്, കുന്നംകുളം. വാണിജ്യം. ആരോഗ്യ സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിവരുന്ന ഹെർബ ലൈഫ് ഇൻഡിപെൻഡന്റ് അസോസിയേറ്റ് രാജകുമാർ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വെയ്റ്റ് ലോസ് മാരത്തോണിലെ വിജയികൾക്കായി ഗ്രാൻഡ് ഫിനാലെ സംഘടിപ്പിച്ചു. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച 1 മന്ത് 10 ഡേയ്സ് വെയ്റ്റ് ലോസ് ആൻഡ് വെയ്റ്റ് ഗെയിൻ മാരത്തോൺ ചലഞ്ചിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിതരണം ചെയ്തു. 1 മാസത്തെ വെയ്റ്റ് ലോസ് മാരത്തോണിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ആൽവിൻ ജെയ്സിന് സമ്മാനാർഹമായ 1,11,011 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും മേയർ MK വർഗീസ് വിതരണം ചെയ്തു. 10 ഡേയ്സ് വെയ്റ്റ് ലോസ് മാരത്തോണിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ വിനീതിനുള്ള 50,000 രൂപയും സർട്ടിഫിക്കറ്റും ട്രോഫിയും അടങ്ങിയ പാരിതോഷികം ഹെർബ ലൈഫ് കേരള സീനിയർ വെൽനസ് കോച്ചുമാരായ രാജ്കുമാർ, കവിത രാജ്കുമാർ എന്നിവർ ചേർന്ന് കൈമാറി. മറ്റ് വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. വെൽനസ് കോച്ചുമാരായ സജീവ് കുമാർ, പ്രവീണ, ഷെരീഫ്, സോഫിയ, സുനിൽകുമാർ, സബിത, ഹൈദർ, ഷാജിദ, അൻസാർ, ഷക്കീല, ബിജു, അനു, വത്സൻ, പ്രിൻസി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കോച്ചുമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1 മാസത്തിൽ മത്സരത്തിന്റെ ഭാഗമായി 3650 കിലോ അമിതവണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നും ഇവർ പറഞ്ഞു. ഗ്രാൻഡ് ഫിനാലെയുടെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. അനാരോഗ്യകരമായ ജീവിത സാഹചര്യത്തിൽ നിന്നും ആരോഗ്യകരമായ ഒരു ജീവിത സ്ഥിതിയിലേക്ക് മാറാൻ ഓരോരുത്തരെയും സഹായിക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ ഉതകുന്ന വിധത്തിലുള്ള നല്ലൊരു ഭക്ഷണശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹെർബ ലൈഫ് പ്രവർത്തിക്കുന്നത്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,230 രൂപ, പവന് 73,840 രൂപ. വെള്ളി ഗ്രാമിന് 119 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,396 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മിന്നും ജയം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചത് 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ 19,760 വോട്ട് നേടി കരുത്ത് തെളിയിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ ഭക്ഷ്യവിഷബാധ. PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെ ആക്രമണം. തൃശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ റോഡിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനപാത ഉപരോധിച്ചു. ദേശീയപാത വാണിയമ്പാറയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വാഴാനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞതോടെ കയ്പമംഗലം, എടത്തുരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.